അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഞാൻ മുത്തുനബിയുടെ മിമ്പറിൻ്റെയും ഖബറിൻ്റെ അടുത്താണ്. കണ്ടില്ല, അൽഹംദുലില്ലാഹ്. ഇവിടെ വരാനും ഈ റൗളയിൽ ഇവിടെ ഇരിക്കാനും സിയാറത്ത് ചെയ്യാനും ഇവിടെ വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. വളരെ മഹത്തായ ഒരു സ്ഥലത്താണുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് വന്ന് കാണണം, ഇത് വന്ന് കാണാൻ, ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ, ഇവിടെ ഇരിക്കാൻ, നമസ്കരിക്കാൻ സ്വർഗമാണ്. വന്ന് കാണാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെയൊക്കെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ദുആയിക്കൊക്കെ അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിമകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോ, നമ്മുടെ സിയാറത്ത്, നമ്മുടെ ഉംറയൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വരാത്തവർക്കൊക്കെ ഇവിടെ എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നൂറേ മദീനയുടെ കുടുംബങ്ങളെല്ലാം അള്ളാഹു സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉവൈസ് ദാരിമി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ഉസ്താദ്, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ സ്വപ്നം കണ്ടു, മുത്തം വെച്ചു, 3 ഏക്കർ സ്ഥലം എടുക്കാൻ പറഞ്ഞു, നിനക്ക് മജ്ലിസ് ഉണ്ടാക്കി തരാം, അതിനുള്ള പണത്തിനുള്ള വ്യവസ്ഥകളെല്ലാം ഞാൻ ചെയ്യാം, അവിടെ കൊണ്ടുതരാം, ഇങ്ങനെയെല്ലാം പറഞ്ഞ ഒരു വീഡിയോകൾ വൈറലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അസുഖമാണ്, ആരോ എന്തോ സിഹിർ ചെയ്തതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അത് ഒരു യുവാവ് പറയുന്ന വാക്കുകൾ എന്താണ്, കേൾക്കാം. അപ്പം ഇന്ന് ഉവൈസിനെ നേരിട്ട് കാണുകയും അതേപോലെ തന്നെ ഉവൈസിന്റെ കുടുംബക്കാരോട് നേരിട്ട് കാണുകയും അവന്റെ മാനസിക നില കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ചർച്ച വരുമ്പോഴൊക്കെ ഉവൈസിന്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെയും സുജിത്തിൻ്റെയും കൂടെ ഒന്നിച്ച് പാവമ്പേറുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണായിട്ട് വളരെ നല്ലോണം അറിയാവുന്ന ഒരാളും കൂടിയാണ്. അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും 10 മിനിറ്റ് മുമ്പ് വാപ്പ എന്നെ വിളിച്ച് കരഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഫോൺ. വലിയ പ്രയാസത്തിലെന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല, വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യും. ഇതിൽ നിന്ന് എനിക്കൊരു ഗുണപാഠം കിട്ടുകയെന്ന് വെച്ചാൽ, ബഹുമാനമുള്ളവരെ, ഈ അസുഖം തുടങ്ങാൻ കാരണം ഏത് കാര്യമാണെങ്കിലും അമിതമായാൽ അസുഖം തുടങ്ങും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാകട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ, ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റ് തെറ്റിയാൽ അസുഖം, ഭ്രാന്ത്, വട്ട് എല്ലാം തുടങ്ങും. കാരണം ഈ മൊബൈൽ ഉപയോഗിക്കുന്നതാകട്ടെ, അത് ഫുൾ ടൈം ഉപയോഗിച്ചാൽ തലവേദന തുടങ്ങും. അതിനെ അവൻ കണ്ടിന്യൂ ചെയ്ത് ഒരു 4-5 ദിവസമെങ്കിലും, ഒരാഴ്ചയോളം അത് റെഗുലറായി അവന് കണ്ടാൽ ഉറപ്പായും ഭ്രാന്ത് തുടങ്ങും. അതുപോലെ ഭക്ഷണം കിട്ടിയെന്ന്, ഭക്ഷണം കിട്ടുന്നു എന്ന് പറഞ്ഞ് വെട്ടി മെതിങ്ങിയാൽ അതും രോഗത്തിനും ലക്ഷണമാകും. രോഗം തുടങ്ങാനും അതിന് സാധ്യതയുണ്ട്. അത് ഭക്ഷണം എന്നുള്ള ഭ്രാന്ത് തുടങ്ങാനും സാധ്യതയുണ്ട്. അതാണ് വട്ട് തുടങ്ങുന്നത്. ഏതാണെങ്കിലും ഒരാൾക്ക് ഭയങ്കര പഠിത്തമുണ്ട്, അതിനെ അവൻ അതേ ചെയ്തുകൊണ്ടിരുന്നാലും അത് ഒരു നമസ്കാരമാകട്ടെ, അതിനെ വിടാതെ കണ്ടിന്യൂ ആയി ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏത് കാര്യമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ ആയി ഒരേ സാധനം, ഒരേ ഐറ്റം, ഒരേ പ്രവൃത്തി നമ്മൾ റെഗുലറായി ചെയ്താൽ അത് തലവേദന സ്റ്റാർട്ടായി, പിന്നെയാണ് വട്ട് തുടങ്ങുന്നത്, ഭ്രാന്ത് തുടങ്ങുന്നത്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും രോഗം തുടങ്ങുന്നത്, കിടപ്പിലാകുന്നത്, എല്ലാം ഏതാണ് നമ്മുടെ ഭക്ഷണം, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ദിക്റാണെങ്കിലും നമസ്കാരമാണെങ്കിലും 5 വഖത്തിന് അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. റെഗുലർ അത് ചെയ്യാനില്ല, ചെയ്തുകൊണ്ടേയിരിക്കാനില്ല. അത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിസ്കാര ഭ്രാന്തായി പോകും, അതല്ലെങ്കിൽ ദിക്ർ ഭ്രാന്തായി പോകും. റെഗുലർ ചെയ്താൽ അതിന് അതാത് സമയത്ത് ചെയ്യാനും അല്പം ചെയ്യാനും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്പം കഴിക്കാനും, ഓരോ സമയത്ത് കഴിക്കാനും,
എല്ലാം അള്ളാഹു താല ഒരു മനുഷ്യനിക്കാകട്ടെ ഒരു മൃഗങ്ങൾക്കാകട്ടെ എല്ലാത്തിനും സമയം വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ആക്രാന്തം കാട്ടി പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ മറ്റൊരു യുവാവ് പറയുന്ന ഒരു കാര്യം അത് ശ്രദ്ധേയമാണ്. അത് നമ്മൾ കേൾക്കണം, കേട്ടാലേ മനസ്സിലാകും. എന്തില്ലെങ്കിലും ഇവിടെ ചെയ്യുന്ന മജ്ലിസ്കാർക്കാണെങ്കിലും അത് മനസ്സിലാകട്ടെ. അവർ ചെയ്യുന്നത് ഇവരെ നോക്കി, ഇവർ ചെയ്യുന്ന മജ്ലിസ്, അതുപോലെ മൊബൈലിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് എല്ലാം നോക്കുമ്പോഴാണ് ഈ മുസ്ലിയാർക്ക് ഇത്ര വരുമാനം കിട്ടുമ്പോൾ എനിക്കെന്താ, ഞാനും അല്പം പഠിച്ചിട്ടുണ്ട്, എനിക്കും ദിക്ററിയാം, അതുപോലെ സ്വലാത്തറിയാം, പറഞ്ഞു കൊടുക്കാൻ അല്പമെങ്കിലും അറിയാം പറഞ്ഞ് മറ്റൊരു മുസ്ലിയാർ തുടങ്ങുന്നതാണ്. ഇതേ പണിയാണ്. ശരിയായി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ആൾക്കാർ, ജോലി ചെയ്യേണ്ട ആൾക്കാരെല്ലാം ഈ മജ്ലിസിലാണ്, ഈ മൊബൈലിനകത്താണുള്ളത്. അതുകൊണ്ട് ആ യുവാവ് പറയുന്നതൊന്ന് കേൾക്കാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണുന്നത് കൂടുതൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അല്ലെങ്കിൽ കടമുള്ളവർ, അങ്ങനെ കുട്ടികളില്ലാത്തവർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രയാസങ്ങളുള്ളവരാണ് കൂടുതൽ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുന്നവരാണ് കൂടുതലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുന്നതും പങ്കെടുക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാരണമായിട്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതാണ് സഹോദരന്മാർ, ഇവിടെ വരുന്നത് ആരാണ്? ഇവരെ മജ്ലിസ് കാണാനും ഇവരെ കാണാനും വരുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളവരാണ്. അവർ വിശ്വസിപ്പിക്കുന്നു, അവർ വിശ്വസിക്കുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അവരും പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ വിശ്വാസം ഈ ഉസ്താദിൻ്റെ കയ്യിലാണ് എല്ലാ പരിഹാരമുള്ളത്. ഈ ഉസ്താദ് ദുആ ചെയ്താൽ എൻ്റെ കാര്യം എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് ഉള്ളതെല്ലാം കൊണ്ട് കൊടുത്ത് പോകുമ്പോൾ അവൻ നടന്നു പോയാലും സാരമില്ല, അവൻ ബസ്സിന് പൈസ കൊടുക്കാനില്ലെങ്കിലും പ്രശ്നമില്ല. അത് ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നാളെ മുതൽ പരിഹാരമാകുന്നു എന്ന് നാളെയും വരുന്ന എല്ലാ നാളുകളിലും അവന് കരുതുന്നത് അതാണ്. ശരിയാകും. ഈ കാശ് മേടിക്കുന്ന ഉസ്താദും പറയുന്നത് അതാണ്, അള്ളാഹു ശരിയാക്കി തരാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളവരോട് പറയുകയില്ല. അവരുടെ കയ്യിലുള്ളതെല്ലാം മേടിക്കും. അതുപോലെ ഇങ്ങനെ കൈനെ വെച്ച് കൊടുത്ത് അവിടെ കൈ തൊട്ട് ചുംബിച്ച് അവിടെ ആ ബക്കറ്റിൽ, അവിടെ നിന്ന് തന്നെ ബക്കറ്റിലേക്ക് വീഴുന്ന കാശും അകത്താണ് കൊണ്ടുപോയി വെക്കുന്നത്. അതിന് എണ്ണാൻ എപ്പോഴെങ്കിലും എണ്ണാൻ തുടങ്ങുന്നതാണ്. അത്രയും എണ്ണാൻ പോലും സമയമില്ല, അത്രയും കാശ് ഇവിടെ പിരിവ് വരുന്നുണ്ട്. ഇവർ കരുതുന്നത് ഇവിടെ വന്നതുകൊണ്ട് അവരുടെ കാര്യം പരിഹാരമാകുമെന്ന് ഇവരും കരുതുന്നു, ആ വരുന്നവരും കരുതുന്നു. എവിടെന്ന പരിഹാരമാകാൻ? ഏതെങ്കിലും ഒരു മജ്ലിസിൽ താഴെ കമൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ കടം തീർന്നുമെന്ന്? ആറ്റക്കോയെ പോലത്തെ 1-2 ആൾക്കാരുണ്ട്, പറയിപ്പിക്കുന്നതാണ്. ആൾക്കാർക്ക് 500-1000 കൊടുത്ത് പറയിപ്പിക്കുന്നു. അതെനിക്ക് സുഖമായി. പിന്നെ ജയിലിലുള്ളവർ, അകത്തുള്ളവർ പുറത്തു വന്നു. അങ്ങനെ അകത്തുള്ളവർ പുറത്താക്കുകയാണെങ്കിൽ എത്രയോ കോടി കണക്കിൻ്റെ പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ നാറ്റക്കോയുടെ അടുത്തേക്ക് പോയാൽ അവിടെ ശരിയായേനെ. ഒരുപാട് ആൾക്കാരെ പറയുന്നത് വേറൊരു വീഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞു. അത് നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ അടുത്തേക്ക് കാണിക്കാം. അതാണ് ഇവരുടെ കാര്യം. ഇവർ ആരോടെങ്കിലും ഇവരുടെ കറാമത്തിനെ പറയിപ്പിക്കലാണ്. യാഥാർത്ഥ്യമില്ല. യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് റഹീം വരുന്നത്. അത്രയും കോടിക്കണക്കിൻ്റെ പണം ഇവിടെ നിന്ന് സൗദിയിലേക്ക് എത്തി ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന ആൾക്കാർ ഈ മജ്ലിസ് കാണാനും കേൾക്കാനും വരുന്ന ഈ ഉസ്താദന്മാരോട് മന്ത്രിക്കാനും വരുന്നവർ സത്യം കരുതി വരുന്നതാണ്. അവരുടെ കയ്യിൽ നിന്ന് ഈ പിഴിഞ്ഞെടുക്കുന്ന കാശ് കൊണ്ടാണ് ഇവർക്ക് വട്ട് തുടങ്ങുന്നത്. പെട്ടെന്ന് കാശാകുമ്പോൾ ഇവർക്ക് ആശ തുടങ്ങുന്നു, അത്യാഗ്രഹം തുടങ്ങുന്നു. അതുകൊണ്ട് എല്ലാവരും നോർമലിരിക്കണമെന്നില്ല. അവൻ്റെ തലച്ചോറിനെ താറുമാറായിപ്പോയി. അതുകൊണ്ടാണ് ആ ദാരിമി ഇത്രയും കുടുങ്ങാൻ കാരണം. ഇത് ഇന്ന് ദാരിമിയാണെങ്കിൽ നാളെ മറ്റൊരു സക്കാഫിയോ മദനിയോ ഏതെങ്കിലും ഒരു സുഹൂരിയോ ഇതുപോലെ നിങ്ങൾ നിത്യവും ജോലി ചെയ്യാതെ പാവങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഊരിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട തുടങ്ങാൻ ഒരുപാട് കാക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായും തുടങ്ങും. പാവങ്ങളെ കാശാണ്.
അത് പാവങ്ങളുടെ കാശാണ്. അതിനെ നേരെ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവനെ നല്ല രീതിയിൽ നയിക്കാനോ ജോലി ചെയ്യാനോ അതിനുള്ള വഴിയോ പറഞ്ഞു കൊടുക്കൂ. വെറുതെ ആ പാവപ്പെട്ടവരുടെ കാശ് എടുത്ത് അവസാനം അത് മരുന്നിന് മാത്രമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമുള്ളത്. മരുന്ന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതേ ഉവൈസ് ദാരിമിക്ക് ചെയ്തതുപോലെ ഔഷധി എടുക്കേണ്ടി വരും, മന്ത്രം ചെയ്യേണ്ടി വരും. ഒരു മന്ത്രവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ പാവങ്ങളുടെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കല്ലേ. എല്ലാ മജ്‌ലിസുകാരോടും ഞാൻ പറയുന്നത്, പാവങ്ങളുടെ പണം തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കല്ലേ. നിങ്ങളുടെ വീഡിയോയുടെ താഴെ കാണുന്ന കമൻ്റാണെങ്കിൽ നിങ്ങൾ നോക്കണേ, എത്ര ലക്ഷങ്ങളാണ് അവർക്ക് കടമുള്ളത്. അവർക്ക് ഓൺലൈനിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു ഡയറക്ഷനെങ്കിലും നിങ്ങൾ കൊടുക്കൂ. അവർ ജീവിച്ചോട്ടെ. അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ നിങ്ങൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.